ഹലോ, മ്യൂസിക് ആറ്റ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. പലരും ഇത് പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൂർക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഇനി വിസിലൊക്കെ പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇതിൻ്റെ വേവ് പാകമായോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് തൂമിക്കാൻ ആവശ്യമായത് 5 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളികളെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഇത് തൂമിച്ചെടുക്കാം. പാനിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിക്കാനിടാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ടാവും, അപ്പോൾ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂർക്ക മെഴുക്ക് വരട്ടി രസത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.